നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണമോഷണ കേസ് തന്ത്രി കണ്ഠരരാജീവർക്ക് ജാമ്യം. 20,000 അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാൻ സർക്കാർ തീരുമാനം. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം. കേരളത്തിന്റെ വളർച്ചയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് നിർണായകം. മന്ത്രി MP രാജേഷ്. കേരളത്തിൽ 2,000 കോടിയുടെ നിക്ഷേപവുമായി SFO ടെക്നോളജീസ്. അങ്കണവാടി പ്രവർത്തകർക്ക് ആശ്വാസം. നഷ്ടമായ കാലയളവിലെ പെൻഷൻ അനുവദിക്കാൻ ഉത്തരവ്. 18 വേദികൾ, 46 സെമിനാറുകൾ, 3000 പ്രതിനിധികൾ. 5ാമത് കേരള പഠന കോൺഗ്രസിന് ഒരുക്കങ്ങൾ സജ്ജം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരകപാലക ശില്പം എന്നിവ മോഷണം പോയ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട തന്ത്രി കണ്ഠരരാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർശനമായ ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കർശനമായ ഉപാധികളോടെയാണ് കോടതി നടപടി. 2 ലക്ഷം രൂപ വീതമുള്ള ആൾജാമ്യത്തിലാണ് കണ്ഠരരാജീവർക്ക് ജാമ്യം ലഭിച്ചത്. അന്വേഷണ സംഘം തന്ത്രിക്കെതിരെ നിർണായക തെളിവുകൾ ഹാജരാക്കിയിരുന്നുവെങ്കിലും കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയിരുന്നു. അതേസമയം കേസിലെ മറ്റു പ്രതികളായ A. പത്മകുമാർ, KP ശങ്കർദാസ് എന്നിവരുടെ ജാമ്യാപേക്ഷകൾ കോടതി പിന്നീട് പരിഗണിക്കും. പത്മകുമാർ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയെങ്കിലും ശില്പമോഷണ കേസിൽ റിമാൻഡ് തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ ഹർജി ഫെബ്രുവരി 19 കോടതി പരിഗണിക്കും. മറ്റൊരു പ്രതിയായ KP ശങ്കർദാസിന്റെ 2 ജാമ്യാപേക്ഷകൾ ഫെബ്രുവരി 23 കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ആരോഗ്യനില മോശമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന്. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2,000 കോടിയുടെ നിക്ഷേപവുമായി SFO ടെക്നോളജീസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് കയറ്റുമതി നടത്തുന്ന കേരളത്തിലെ കമ്പനിയായ SFO ടെക്നോളജീസ് കേരളത്തിൽ 2,000 കോടിയുടെ പുതിയ നിക്ഷേപം പ്രഖ്യാപിച്ചു. വ്യവസായ മന്ത്രി P. രാജീവ് ഫേസ്ബുക്കിലൂടെയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ 1000ഓളം തൊഴിൽ പ്രത്യക്ഷമായെത്തുന്ന സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SFO ടെക്നോളജീസ് റഫാൽ യുദ്ധവിമാനത്തിലെ റഡാർ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കാളിയായിരുന്ന റഫാലിലെ RBE-2 AESA റഡാർ സംവിധാനങ്ങൾക്കുള്ള അതിനൂതന വേഡർ സ്ട്രക്ചറുകൾ തദ്ദേശമായി നിർമ്മിക്കുന്നത്. സ്കൂൾ അധ്യാപകരുടെ ദീർഘകാലത്തെ ആശങ്കകൾക്ക് പരിഹാരമായി സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നിയമനക്കുരുക്കുകൾ മൂലം നിയമനാംഗീകാരം തടസ്സപ്പെട്ട അധ്യാപകർക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 20,000ഓളം അധ്യാപകർക്കാണ് ഇതുവഴി പ്രയോജനം ലഭിക്കുക. 1996 ഭിന്നശേഷി നിയമപ്രകാരം എയ്ഡഡ് സ്കൂളുകളിൽ സംവരണം നടപ്പിലാക്കുന്നതിലെ സങ്കീർണതകൾ കാരണം വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്നവർക്കാണ് ഈ തീരുമാനത്തിലൂടെ സേവന വേതന ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. NSS കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിന്യായത്തിന്റെ ആനുകൂല്യം സമാന സാഹചര്യത്തിലുള്ള മറ്റു മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഭിന്നശേഷി നിയമനത്തിനായി തസ്തികകൾ മാറ്റിവെച്ച മാനേജ്മെന്റുകൾക്ക് കീഴിലെ താൽക്കാലിക അധ്യാപകർക്ക് സ്ഥിര നിയമനം നൽകും. അധ്യാപകർ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ തന്നെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമനാധികാരത്തിലുള്ള പ്രൊപ്പോസലുകൾ 2 ആഴ്ചക്കകം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ റെഗുലറൈസേഷൻ നടപടിയെ എതിർത്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ 442 അധ്യാപകരുടെ കാര്യത്തിൽ കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ. സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള LDF സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് ഈ തീരുമാനം വലിയ ഊർജ്ജം പകരുമെന്ന് സർക്കാർ വിലയിരുത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം. കേന്ദ്ര സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്ന പൗരത്വ ഭേദഗതി നിയമങ്ങളിലും SIR അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക പരിഹരിക്കാൻ കൊണ്ടുവന്ന കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് നൽകുക. കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും. നേറ്റീവ് എന്നാൽ കേരളത്തിൽ ഒന്നിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരോ തങ്ങളുടെ പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവരും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരും ആയിരിക്കണം. വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം സ്വീകരിക്കുന്ന പക്ഷം നേറ്റിവിറ്റി കാർഡ് അസാധുവാകുന്നതാണ്. തൊഴിൽ സംബന്ധമായോ ജീവനോപാധി സംബന്ധമായോ മറ്റ് കാരണങ്ങളാലോ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിനും പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിച്ചവരെയും വിദേശ പൗരത്വം ലഭിച്ചിട്ടില്ലാത്തവരെ നേറ്റീവായി കണക്കാക്കും. കേരളത്തിന്റെ വളർച്ചയിൽ
കേരളത്തിന്റെ വളർച്ചയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. മാങ്ങാട്ടുപറമ്പ് കെ.പി. ബറ്റാലിയൻ ഗ്രൗണ്ടിൽ സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ അഭിമാന നേട്ടങ്ങളായി പരാമർശിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല, സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുമിച്ച് കൈവരിച്ചിട്ടുള്ളതാണ്. ഇത് കേരളത്തിന്റെ വികസന പുരോഗതി തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വ്യക്തമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. 2011-12 മുതൽ 2015-26 വരെ 29,500 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. 2016-17 മുതൽ 2020 വരെ കൈമാറിയ തുക 52,648 കോടി രൂപയാണ്. 2021-26 വരെയുള്ള കാലയളവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് 70,526 കോടി രൂപയാണ്. ഈ നിലയിൽ ക്രമാനുഗതമായ വർധനവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിത ഇനത്തിൽ കൈമാറിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നതും നാം ഇതിനോട് ചേർത്ത് വായിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എം.എൽ.എ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടി.വി. അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ്, പ്രിൻസിപ്പൽ ഡയറക്ടർ അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, പ്രിൻസിപ്പൽ ഡയറക്ടർ റോൾ ഡയറക്ടർ അപൂർവ ത്രിപാഠി എന്നിവർ മുഖ്യാതിഥികളായി. ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി സതീദേവി, പ്രിൻസിപ്പൽ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ എം.പി. അജിത് കുമാർ, കേരള മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് എം. അനിൽകുമാർ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിതകുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷബ്ന, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി. എം. കൃഷ്ണൻ, കേരള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബർ ചെയർപേഴ്സൺ കെ.സി. രാജേശ്വരി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ. മുഷ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ ജമാൽ മണക്കാടൻ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 18 വേദികൾ, 46 സെമിനാറുകൾ, 3000 പ്രതികൾ. 5ാമത് കേരള പഠന കോൺഗ്രസിൽ ഒരുക്കങ്ങൾ സജ്ജം. തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ 3000-ലധികം പ്രതികൾ പങ്കെടുക്കും. ഫെബ്രുവരി 21-22 തീയതികൾ AKG ഹാൾ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ ഹാളുകൾ, ഹസൻ മാരിക്കൻ ഹാൾ, യൂണിവേഴ്സിറ്റി കോളേജിലെ വിവിധ ഹാളുകൾ എന്നിങ്ങനെ 18 വേദികളിലായാണ് പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. 46 ചർച്ചാ സമ്മേളനങ്ങളും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾക്ക് പുറമെ 4 സിമ്പോസിയങ്ങളും ഉണ്ടാകും. ഫെബ്രുവരി 21 രാവിലെ 10 മണിക്ക് AKG ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5ാം അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. 22-ന് 3 മണിക്ക് AKG ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ജോസ് കെ മാണി MP, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, മന്ത്രിമാർ, കേരളത്തിലെ ഇടതുപക്ഷ MPമാർ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമേന്ദ്രൻ, അക്കാദമിക് കമ്മിറ്റി ചെയർപേഴ്സൺ S. രാമേന്ദ്രപിള്ള, സെക്രട്ടറി ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ പങ്കെടുക്കും. പഠന കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിനായി V. ശിവൻകുട്ടി ചെയർമാനും V. ജോയ് കൺവീനറും ആയ 200 അംഗ സ്വാഗത സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ പഠന കോൺഗ്രസ് രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടന്നത്. രജിസ്റ്റർ ചെയ്ത പ്രതികൾക്ക് താമസവും ഭക്ഷണവും ചർച്ചയ്ക്കുള്ള രേഖകളും നൽകുന്നുണ്ട്. രേഖകൾ 4 സഞ്ചികളായാണ് നൽകുന്നത്. പഠന കോൺഗ്രസ് പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ചാവും നടത്തുക. 46 വിഷയാധിഷ്ഠിത സെമിനാറുകളായി കേരളത്തിന്റെ ഭാവി നയരൂപീകരണ ചർച്ചകളിൽ പ്രതിനിധികൾക്ക് പുറമെ 300ഓളം വിദഗ്ധരാണ് പങ്കെടുക്കുക. പഠന കോൺഗ്രസിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ നടന്ന വിഷയാധിഷ്ഠിത സെമിനാറുകളിൽ 10,000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. വിവരാവകാശ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സമയം നിശ്ചയിക്കുന്നത് നിയമവിരുദ്ധം. വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സമയം നിശ്ചയിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ നടപടി നിയമവിരുദ്ധമാണെന്നും ഓഫീസുകളുടെ പ്രവൃത്തി സമയമായ രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയിൽ ഏത് സമയത്തും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണെന്നും വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് കെ. രാമകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷണർ സിറ്റിംഗിൽ കേസുകൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ RTO ഓഫീസിൽ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷ സമയം കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടി മടക്കിയതിൽ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത്തരം അപേക്ഷകൾ നിരസിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ബുധനാഴ്ച നടന്ന സിറ്റിംഗിൽ 20 കേസുകളാണ് പരിഗണിച്ചത്. ഫെബ്രുവരി 19 വ്യാഴാഴ്ച കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിറ്റിംഗിൽ വിവരാവകാശ കമ്മീഷണറായ സോണിച്ചൻ പി. ജോസഫ് കേസുകൾ പരിഗണിക്കും. അംഗനവാടി പ്രവർത്തകരുടെ നഷ്ടമായ പെൻഷൻ അനുവദിക്കുന്നതിന് ഉത്തരവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരള അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്സ് ക്ഷേമനിധി ബോർഡിൽ നിന്നും ക്ഷേമനിധി വിഹിതം അടുക്കുന്നതിൽ മുടക്കം വന്നിട്ടുള്ളതും കുടിശ്ശിക അടച്ച് അംഗത്വം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്തതുമായ 30 മുതൽ 40 വർഷം വരെ സേവന കാലയളവുള്ള അംഗനവാടി പ്രവർത്തകർക്ക് ആശ്വാസം നൽകുന്നതാണ് നടപടി. 2016 മുതൽ 2025 വരെ വിരമിച്ച അംഗനവാടി പ്രവർത്തകരിൽ 2016 ശേഷം അനാരോഗ്യ ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ 500-ൽ പരം അംഗനവാടി പ്രവർത്തകർക്ക് പെൻഷൻ നഷ്ടമായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള ആക്ട് ഭേദഗതി ചെയ്ത് പ്രസ്തുത കാലയളവിലെ പെൻഷൻ നൽകാൻ തീരുമാനമായത്.
ശൂന്യ വേതനാവധി കാലയളവിൽ 6 മാസത്തിൽ കൂടുതൽ അംശദായം അടയ്ക്കാതെ അംഗത്വം നഷ്ടപ്പെട്ട് പെൻഷൻ നഷ്ടമായ വിരമിച്ച അംഗനവാടി പ്രവർത്തകർക്ക് മുടക്കം വരുത്തിയ വിഹിതം അംശദായം ഒടുക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനാണ് പ്രത്യേക അനുമതി നൽകി ഉത്തരവായത്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് ഗ്രാൻഡ് ഫിനാലെ 22-ന് തിരുവനന്തപുരത്ത്. കേരളത്തിന്റെ സാമൂഹിക വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ചരിത്രവും വർത്തമാനവും പ്രമേയമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിന്റെ ആദ്യ എഡിഷണൽ ഗ്രാൻഡ് ഫിനാലെയും സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും ഫെബ്രുവരി 22-ന് തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 9:30-ന് കോളേജ് വിഭാഗം മത്സരവും ഉച്ചയ്ക്ക് 1:30-ന് സ്കൂൾ വിഭാഗം മത്സരവും നടക്കും. സ്കൂൾ കോളേജ് വിഭാഗങ്ങളിലായി ഏകദേശം 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ ഘട്ടങ്ങളിലായി മത്സരത്തിൽ പങ്കെടുത്തത്. ശരിയായ ഉത്തരങ്ങൾക്ക് കാണികൾക്കും സമ്മാനം ലഭിക്കുന്ന ജനകീയ ക്വിസ് ഷോയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4:30-ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. റിപ്പബ്ലിക് ദിന സദസ്സ്, ചിത്രരചനയും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറി നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സിന്റെ ഭാഗമായി ചിത്രരചനയും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. താഴത്തെരൂർ റോഡിൽ ചിറക്കൽക്കുളം മദ്രസ മഅദിനിയ LP സ്കൂളിൽ കോർപ്പറേഷൻ കൗൺസിലർ സിറാജുദ്ദീൻ മാങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KV സജിത അധ്യക്ഷയായി. റിട്ടയർ AEO KP പ്രദീപ് കുമാർ ശാസ്ത്രവും കുട്ടികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് PK മൊയ്തു, ലൈബ്രറി കൗൺസിൽ മേഖലാ കമ്മിറ്റി അംഗം ജനു ഐച്ചാങ്കണ്ടി, നേതൃസമിതി കൺവീനർ EK സിറാജ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി PK ബൈജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K സെമീറ നന്ദിയും പറഞ്ഞു. ക്വിസ് മത്സരത്തിൽ മുഹമ്മദ് ലുക്മാൻ ഹാരിഫ് ഒന്നാം സ്ഥാനവും ഫാത്തിമ ഷുക്കൂർ, ഫാത്തിമ നെദ എന്നിവർ 2ാം സ്ഥാനവും നേടി. വിജ്ഞാന വികസന സദസ്സ് കുമ്പം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ K രമേശൻ ഇന്ത്യൻ ഭരണഘടനയും കേരള വികസനത്തെയും കുറിച്ച് ക്ലാസ് എടുത്തു. ജനപ്രതിനിധികളായ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷൈന, മെമ്പർ P അമൽ എന്നിവരെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി N സുധൻ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷൈന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി M സോമൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് P രാഘവൻ അധ്യക്ഷത വഹിച്ചു. വയോജനവേദി പ്രസിഡന്റ് PP ബാലകൃഷ്ണൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.